നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുൻ മന്ത്രി ജി സുധാകരൻ ഒരിക്കലും നിശബ്ദനല്ല. അദ്ദേഹം വളരെ സജീവമായിട്ട് നിൽക്കുകയാണ്. ആലപ്പുഴ രാഷ്ട്രീയത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, അഴിമതിയില്ലാത്ത ഒരു മന്ത്രി, കാര്യക്ഷമതയോടുകൂടി കാര്യങ്ങൾ ചെയ്തു തീർത്ത ഒരു മന്ത്രി. അങ്ങനെയുള്ള അദ്ദേഹത്തെ സ്വന്തം താൽപ്പര്യങ്ങൾക്ക് വേണ്ടി രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തെരഞ്ഞെടുപ്പിൽ നിന്ന് തന്നെ മാറ്റി നിർത്തുക മാത്രമല്ല ചെയ്തത്, അമ്പലപ്പുഴയിൽ വേണ്ട തരത്തിൽ പ്രവർത്തിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി നടപടി വരെ കൈക്കൊണ്ടു. പക്ഷേ സുധാകരനെ അങ്ങനെ അടക്കി നിർത്താനായിട്ട് പിണറായിക്കോ പിണറായി പക്ഷത്തിനോ കഴിയില്ല. ചില ചലനങ്ങൾ അദ്ദേഹം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണ് അദ്ദേഹം MT വാസുദേവൻ നായരുടെ പ്രസംഗത്തെ ഏറ്റുപിടിച്ചത്. MT പറഞ്ഞ കാര്യത്തെ അദ്ദേഹം മനസ്സുകൊണ്ട് പൂർണ്ണമായി അംഗീകരിക്കുന്നു. ആർക്കും എന്തും പറയാം, MTയെ താങ്ങാനായിട്ട് കുറേ എഴുത്തുകാരുണ്ട് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം രംഗത്ത് വന്നു. പക്ഷേ അതെന്തുകൊണ്ടാണ് ജി സുധാകരൻ ആ വിഷയം ശക്തമായി പ്രതികരിച്ചതെന്ന് ചോദിച്ചാൽ, ആ വിഷയം ഇവിടെ അന്തരീക്ഷത്തിൽ നിന്ന് പിന്മാറാൻ പാടില്ല. അത് പിണറായിക്ക് നേരെ തൊടുത്തുവിട്ട ശരമാണ്. ആ ശരം ഈ പിണറായിക്ക് ചുറ്റും ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കണം, അതിനെ വേട്ടയാടിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് തന്നെ അതിനെ ഒന്ന് ആളിക്കത്തിക്കുന്നതിന് വേണ്ടിയാണ്, എരുതിയിലേക്ക് എണ്ണ ഒഴിക്കുക എന്ന് പറയത്തില്ല, അതാണ് സുധാകരൻ ചെയ്തത്. അതിനു വേണ്ടിയാണ്. ജി സുധാകരനും ഒരു കവി കൂടിയാണ്. അങ്ങനെയുള്ള ഒരാൾ MTയെ പോലെ പ്രതിഭാധനനായിട്ടുള്ള ഒരാളെ ചോദ്യം ചെയ്യാൻ തയ്യാറാകത്തില്ല. MT വളരെ സൂക്ഷിച്ചും കണ്ട് സംസാരിക്കുന്ന ആളാണ്. വാക്കുകൾ അളന്ന് കുറിച്ച് തൂക്കി പ്രയോഗിക്കും. ഓരോ വാക്കുകൾക്കും തങ്കത്തിനേക്കാൾ കനമാണുള്ളത്, അർത്ഥഗർഭമായിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മൗനം തന്നെ അർത്ഥഗർഭമാണ്. വാക്കുകളിൽ അർത്ഥവ്യാപ്തിയുണ്ട്. ഇതെല്ലാം സുധാകരന് നന്നായിട്ടറിയാം. അതുകൊണ്ട് അത് ഇനിയും അന്തരീക്ഷത്തിൽ അങ്ങനെ നിൽക്കണം, കൊള്ളേണ്ടിടത്ത് അത് കൊള്ളിക്കണം എന്നുള്ളത് കൊണ്ട് അതിനൊരാക്കം കൂട്ടുകയാണ് സുധാകരൻ ചെയ്തത്. ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം തിരുവല്ലയിൽ വെച്ച് നടന്ന ഒരു ചടങ്ങിൽ മുൻ മന്ത്രി KK ശൈലജയ്ക്കെതിരെ ഓളിയമ്പുമായിട്ട് സുധാകരൻ എത്തി. KK ശൈലജയും സുധാകരനെ പോലെ രണ്ടാം തവണ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തി. MLA സ്ഥാനമുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി വിജയിച്ചു വന്നിരിക്കുന്ന MLA ആണ് KK ശൈലജ. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് KK ശൈലജ ഉയർന്നു വന്നപ്പോഴേക്കും വെട്ടിമാറ്റിക്കളഞ്ഞു നമ്മുടെ കാരണഭൂതൻ. ആ ശൈലജയ്ക്കെതിരെ ഒളിയമ്പുമായിട്ടാണ് ഇപ്പോൾ സുധാകരൻ വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, പലരും പലതരത്തിൽ ഈ വിശേഷണം കൊടുക്കാറുണ്ട്. അത് ആവശ്യത്തിനാകാം. ഈ അനാവശ്യമായ തരത്തിലുള്ള വിശേഷണത്തിലേക്ക് പോകുമ്പോഴാണ് ആരെയും ചൊടിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് സുധാകരൻ ചോദിക്കുന്നത്, ആരാണ് ടീച്ചറമ്മ? ടീച്ചറമ്മ എന്നാണ് ആദ്യം പിണറായി വിജയൻ സർക്കാരിൽ ശൈലജയ്ക്കൊപ്പം മന്ത്രിയായിരുന്ന CPM നേതാവ് സുധാകരൻ ചോദിച്ചത്. ഒരമ്മയ്ക്കും അങ്ങനെയും പേരിട്ടിട്ടില്ലെന്നും മന്ത്രിയാകാത്തതിന് വേദനിക്കേണ്ടതില്ലെന്നുമാണ് അദ്ദേഹം പറയുന്നത്. ശൈലജയെ ചിലർ ടീച്ചറമ്മയെന്ന് വിശേഷിപ്പിച്ചിരുന്നു. കേരള കോൺഗ്രസ് നേതാവ് ജോസഫ് M പുതുശ്ശേരിയുടെ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കുമ്പോഴാണ് സുധാകരൻ ഈ ഒരു ആഞ്ഞടി നടത്തിയത്. ആരാണ് ഈ ടീച്ചറമ്മ? അങ്ങനെ ഒരു അമ്മ കേരളത്തിൽ ഇല്ലല്ലോ. ആരാണിത്? എനിക്ക് മനസ്സിലായില്ല. ഒരമ്മയ്ക്കും അങ്ങനെ പേരിട്ടിട്ടില്ല. അവരവരുടെ പേര് പറഞ്ഞാൽ മതി. ഒരു ടീച്ചറായിരിക്കാം, ആയിക്കോട്ടെ. പക്ഷെ ടീച്ചറമ്മ എന്നൊക്കെ പറയുന്നത് ജി സുധാകരൻ പറഞ്ഞത് ശരിയാണ്. അവരവരുടെ പേര് പറയുക, പിന്നെ ടീച്ചറോ സാർ എന്നുള്ളതോ വേണമെങ്കിൽ ചേർക്കുക. പ്രത്യേക ആൾ മന്ത്രിയായില്ലെങ്കിൽ വേദനിക്കേണ്ട കാര്യമില്ല. മന്ത്രിയാവേണ്ട ആരെല്ലാം കേരളത്തിൽ ഇതുവരെ മന്ത്രിമാരായിട്ടുണ്ട്? കഴിവുള്ള എത്ര പേർ മന്ത്രിമാരാകാതെ ഇരുന്നിട്ടുണ്ട്? ഒരു മന്ത്രിയാകണമെങ്കിൽ കുറച്ചു കാലം പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെടണം. ഒരു MLA ഉള്ള പാർട്ടിയിൽ നിന്നൊക്കെ മന്ത്രിമാരുണ്ടാകും. അതിനെപ്പറ്റി അല്ല പറയുന്നതെന്നും കൂടി സുധാകരൻ അടിവരയിടുകയുണ്ടായി. പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള പാർട്ടികളിൽ നിന്ന് മന്ത്രിമാരാകണമെങ്കിൽ പ്രസ്ഥാനത്തിന് വേണ്ടി കുറച്ചു കാലം പോരാടണം, ജനങ്ങളുടെ സ്നേഹം ആർജിക്കണം, അത്യാവശ്യം ഒരു ലാത്തിയൊക്കെ ശരീരത്തിൽ കൊള്ളണം. സഹാനുഭൂതിയല്ല മന്ത്രിസ്ഥാനം,
നല്ലതുപോലെ സംസാരിക്കുന്നതല്ല മന്ത്രിസ്ഥാനത്തിലുള്ള യോഗ്യത. പ്രസ്ഥാനത്തെ വളർത്തിയ അഭിപ്രായങ്ങൾ ധൈര്യമായി പറഞ്ഞ് പ്രക്ഷോഭങ്ങളുടെ മുൻപന്തിയിൽ നിൽക്കണം എന്നാണ് സുധാകരൻ പറയുന്നത്. അതിനോടൊപ്പം അദ്ദേഹം കൂട്ടിച്ചേർത്തു, ഈ അഴിമതിയുള്ളവർ പലയിടങ്ങളിലും ഭരിക്കുന്നുണ്ട്, അതൊന്നും ശരിയായ ഒരു രീതിയല്ല. തമിഴ്നാട്ടിലെ സ്റ്റാലിൻ സർക്കാരിൽ അഴിമതിക്കാരുണ്ട്, 2 മന്ത്രിമാർ, അവർ അഴിമതി കേസിൽ ജയിലിലാണ്. കൂടാതെ കെജ്രിവാളിൻ്റെ സഹപ്രവർത്തകനും ജയിലിലുണ്ട്. ജയിലിലായിട്ടും അവരുടെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടിട്ടില്ല. ഇതിനെയും സുധാകരൻ ചോദ്യം ചെയ്തു. അതിൽ നിന്നൊക്കെ നമുക്ക് വായിച്ചെടുക്കേണ്ടത് പിണറായിക്ക് നേരെ എയ്യുന്ന അമ്പുകൾ തന്നെയാണിത്. കൊള്ളേണ്ടിടത്ത് കൊള്ളിക്കാൻ വേണ്ടി തന്നെയാണ്. ടീച്ചറമ്മ എന്നൊക്കെ, ആരാണ് ഈ ടീച്ചറമ്മ എന്ന് ചോദിച്ച് ശൈലജ ടീച്ചറോട് യാതൊരു തരത്തിലുള്ള വൈരാഗ്യമോ ദേഷ്യമോ പകയോ ഒന്നും അദ്ദേഹത്തിനില്ല. പക്ഷേ ഇത് പിണറായിക്ക് കൊള്ളിക്കാൻ വേണ്ടിയാണ്. അതിൽ കെ ശൈലജയും സന്തോഷിക്കുന്നുണ്ടാവും. കാരണം പിണറായി തരം കിട്ടിയപ്പോഴൊക്കെ കെ ശൈലജയെയും താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചു. ആരോഗ്യവകുപ്പ് നന്നായി കൈകാര്യം ചെയ്തുകൊണ്ട് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരാളായി മാറിക്കഴിഞ്ഞപ്പോൾ ചവിട്ടിത്താഴ്ത്തി. നവകേരള സദസ്സിൻ്റെ യാത്രയ്ക്കിടയിൽ വെറും 2ാം പിണറായി സർക്കാരിൽ വെറും ഒരു MLA മാത്രമായിട്ടിരുത്തി. അങ്ങനെ പലതരത്തിൽ ഒതുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും സുധാകരൻ തൊടുത്തുവിടുന്ന ഓരോ അമ്പും കൊള്ളേണ്ടിടത്ത് കൊള്ളുന്നു. അതിവിടെ ചർച്ച ചെയ്യേണ്ടിടത്ത് ചർച്ച ചെയ്യപ്പെടുകയും ഉണ്ടാകും.